കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശ്വാസ് വാടക വീട് ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എം വിജിൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി നിർമ്മിച്ച ആശ്വാസ് വാടക വീട് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജുമായിട്ട് നിരന്തരം ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരമൊരു ആലോചനയിലേക്ക് ഭവന നിർമ്മാണ വകുപ്പും ബോർഡും പോകാൻ ഇടയായി. ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യാതിഥിയായി. എം വിജിൻ MLA അധ്യക്ഷനായി. നമ്മൾ ആഗ്രഹിച്ചതും അദ്ദേഹം ആഗ്രഹിച്ചു. എന്നോട് പലപ്പോഴായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി കാണുമ്പോൾ പറയാറുണ്ട്, നമുക്കത് ഉദ്ഘാടനം ചെയ്യണ്ടേ. എന്നോട് ഏതാണ്ട് കഴിഞ്ഞ മാസം വരെ എന്നോട് ചോദിച്ചിരുന്നു ഉദ്ഘാടനം ചെയ്യണ്ടേ. അപ്പൊ ഇത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മന്ത്രിയോട് പറയുമ്പോഴേക്കും നമുക്കറിയാം ഒരു ഇലക്ഷൻ അടുത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിട്ട് വരാനുള്ള ഒരു അസൗകര്യം ഉണ്ടായി. പക്ഷേ ഏതായാലും ഇത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുക, അത് വേഗതയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് പിണറായി സർക്കാർ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഓരോ വകുപ്പുകളെയും ചേർത്ത് നിർത്തി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ. ഇതിന്റെ പേര് തന്നെ ആശ്വാസ് വാടക വീട് എന്നാണ്. MMK അഷിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജെസി ഷിജി വട്ടേക്കാട്, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം P രവീന്ദ്രൻ, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K പത്മനാഭൻ, PV ബാബുരാജേന്ദ്രൻ, MP ഉണ്ണികൃഷ്ണൻ, T രാജൻ, മുസ്തഫ കടന്നപ്പള്ളി, CBK സന്തോഷ്, PT സുരേഷ് ബാബു, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ TV ബാലൻ, കോളേജ് പ്രിൻസിപ്പൽ സൈറു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലുള്ളതും മെഡിക്കൽ കോളേജിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ 50 സെന്റ് വിസ്തീർണമുള്ള സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ചികിത്സാ കാലയളവിൽ സൗകര്യപ്രദമായി താമസിക്കുന്നതിനായി പദ്ധതി ഏറെ ആശ്വാസകരമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.